ജിൽസി കുറുവ സ്വദേശി അനീഷ് കുമാറിൻ്റെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക. അനീഷിൻ്റെ സഹോദരൻ കുവൈറ്റിൽ നിന്ന് എത്തിച്ചേരാൻ വൈകിയതുകൊണ്ടാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അനീഷിൻ്റെ സഹോദരൻ എത്തിയത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 6:45 മൃതദേഹം പ്രത്യേക ആംബുലൻസിൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലെത്തിയത്. തുടർന്ന് മൃതദേഹം കണ്ണൂർ AKG ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇന്ന് രാവിലെ 7:15 ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശേഷം ഇപ്പോൾ കുറുവയിൽ തന്നെയുള്ള കരാറിനകം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് സമീപത്തുള്ള ഹാളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 മണി വരെ ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുക. പരമാവധി ആളുകൾ ഇവിടെ എത്തി ഈ ബാങ്ക് പരിസരത്തെത്തി പൊതുദർശനം നടത്തണം, അല്ലെങ്കിൽ അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും മറ്റും അറിയിക്കുന്നത്. കാരണം അധിക സമയം വീട്ടിലേക്ക് മൃതദേഹം വെക്കാൻ കഴിയില്ല, അത്തരം ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വീട്ടിലെത്തിച്ച ഉടൻ തന്നെ മൃതദേഹം അവിടെ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം മൃതദേഹം അവിടെ നിന്ന് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകും. 10:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പയ്യാമ്പലം പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. എന്തായാലും 10:30 ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനീഷ് ഏതാണ്ട് 20 വർഷക്കാലം കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിച്ച ആളാണ്. അവിടെ നിന്ന് കഴിഞ്ഞ തവണ വരുമ്പോൾ ഇനി മടങ്ങി പോവേണ്ടതില്ല എന്നൊരു തീരുമാനം ബന്ധുക്കളൊക്കെ പറഞ്ഞിരുന്നു, വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഒരു വട്ടം കൂടി പോയി മടങ്ങാം എന്നൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് വീണ്ടും കുവൈറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ആ തിരികെയുള്ള യാത്ര, മടക്കയാത്ര അന്ത്യയാത്രയായി മാറുന്നു എന്നുള്ളതിൻ്റെ സങ്കടത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉള്ളത്. ഒപ്പം ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ശരി സുനിൽ, എന്തായാലും വളരെ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. പ്രിയനാട് അദ്ദേഹത്തിന് വിട നൽകാനൊരുങ്ങുകയാണ്. പയ്യാമ്പലത്താണ് സംസ്കാരം നടക്കുക.